രാജ്യത്ത് പണിമുടക്ക് എന്ന് പറയുന്നതിൽ വലിയ തിരുത്തുണ്ട്. അവരുടെ രാജ്യം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് നടക്കുന്നത്. പക്ഷെ ബലാത്കാരമായിട്ടോ രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അനവസരത്തിലോ പണിമുടക്ക് പാടില്ല. ആ തരത്തിൽ മനുഷ്യന് മൃഗത്തിൻ്റെ സംരക്ഷണം പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. നിർധനരായ പാവപ്പെട്ട ആശാ വർക്കർമാരെ പുച്ഛിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. നമസ്കാരം. പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് വെച്ച ഒട്ടേറെ കാര്യങ്ങൾ, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെമ്പാടും ഇപ്പോൾ പണിമുടക്ക് നടക്കുന്നത്. പക്ഷേ രാജ്യത്തെമ്പാടും എന്ന് പറയാനാവുമോ? ചിലയിടങ്ങളിൽ മാത്രമേ സമരം കാണാനുള്ളൂ, പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഇടങ്ങളിൽ മാത്രം. അത് എന്തുകൊണ്ടായിരിക്കും? പരിശോധിക്കാം. എനിക്കിപ്പം ഇപ്പോൾ ഉള്ളത് BMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത്താണ്. നമസ്കാരം. നമസ്കാരം. രാജ്യത്ത് പണിമുടക്കാണ്. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടങ്ങളിലൊന്നും ഇല്ല. കേരളത്തിലുണ്ട്, സമരമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നതിലൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് എത്രത്തോളം ന്യായീകരിക്കാവുന്നതാണ്? പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം രാജ്യത്ത് കേരളത്തിലാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CITU INTUCയും അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ പണിമുടക്കിലുള്ളത്. രാജ്യത്ത് വരുമ്പോൾ പണിമുടക്കിൽ ഈ സംഘടനകൾ മാത്രമേ ഉള്ളൂ. രാജ്യത്ത് പണിമുടക്ക് എന്ന് പറയുന്നതിൽ വലിയ തിരുത്തുണ്ട്. അവരുടെ രാജ്യം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശവ്യാപകമായ പൊതുപണിമുടക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിലും പണിമുടക്കായി പരാജയമാണ്. കാരണം CPMും കോൺഗ്രസും ഹർത്താൽ പ്രഖ്യാപിച്ചതുകൊണ്ട്, പൊതുഗതാഗതം ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ജോലിക്ക് വരാൻ കുറച്ച് തടസ്സമുണ്ടായി. പക്ഷെ ബൈക്കിൽ വരുന്ന ആളുകളെല്ലാം ഇപ്പോൾ പൊതുമേഖല, ഇപ്പോൾ KSRTC തന്നെ 50% അറ്റൻഡൻസ് ഉണ്ട്. അതുപോലെ മിക്കവാറും സ്ഥാപനങ്ങൾ. അതുകൊണ്ട് അവർ ചെയ്ത എല്ലാ സ്ഥലത്തും പോയി ആളുകളെ ഭീഷണിപ്പെടുത്തി, സ്ഥാപനത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരെ വെച്ച് ഭീഷണിപ്പെടുത്തി അടപ്പിക്കുകയോ അല്ലെങ്കിൽ തുറക്കാൻ സമ്മതിക്കാതിരിക്കുകയോ ചെയ്തതാണ്. അത് പണിമുടക്കല്ല, ശരിക്കും ഒരു ഗുണ്ടായിസമാണ്. അത് അങ്ങനെ ആയിട്ട് പോലും പണിമുടക്ക് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് കേരളത്തിൽ പൊതുഗതാഗതം KSRTCയിൽ ജീവനക്കാർ വന്നു എങ്കിലും ഹർത്താൽ പ്രഖ്യാപിച്ചതുകൊണ്ട് വണ്ടി കല്ലെറിയും എന്നുള്ളതുകൊണ്ട് മാനേജ്മെൻറ്റ് തന്നെ സർവീസ് നിർത്തിവെച്ചതുകൊണ്ടാണ് ബാക്കി കേന്ദ്ര പൊതുമേഖലകളിലെല്ലാം 90-95% ഹാജരാണ്. എയർപോർട്ടായാലും അതുപോലെ ISRO, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എല്ലാത്തിലും 85-90% ഹാജരാണ്. അതുകൊണ്ട് ജീവനക്കാർ പൂർണ്ണമായും ഈ പണിമുടക്കിനെ തള്ളിക്കളഞ്ഞു. സമരം നമ്മുടെ അവകാശമാണ്, ആർക്കും സമരം ചെയ്യാം. പക്ഷേ ഒരു വിഭാഗം നടത്തുന്ന സമരത്തെ മറ്റെല്ലാവരും അംഗീകരിക്കണം, അതിനൊപ്പം കൂടണം എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാനാവും? BMSന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആര് പണിമുടക്ക് തീരുമാനിച്ചാൽ എതിർക്കാറില്ല. അതിൻ്റെ കാരണം പണിമുടക്കിന് ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ബലാത്കാരമായി BMS ഒരുപാട് പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷെ ബലാത്കാരമായിട്ടോ രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അനവസരത്തിലോ പണിമുടക്ക് പാടില്ല. അപ്പോൾ ശരിക്ക് പണിമുടക്ക് പരാജയപ്പെടും എന്ന് കണ്ടതുകൊണ്ടാണ് CPM ഹർത്താൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതൊരു ബലാത്കാരമായിട്ട്, ഇതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. ജീവിക്കാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, യാത്ര ചെയ്യാനുള്ള അവകാശം. എത്രയോ ആളുകൾക്ക്, സാധാരണ കൂലിപ്പണിക്കാർക്കാണ് ഇന്ന് ജോലി നഷ്ടപ്പെട്ടത്. അവരുടെ വീടിന്ന് പട്ടിണിയാണ്. അതുകൊണ്ട് ഇത് ഒരു ഫാസിസമാണ്. ഇത്തരത്തിലുള്ള അടിച്ചമർത്തിക്കൊണ്ടുള്ള പണിമുടക്ക് പാടില്ല എന്നുള്ളതാണ് BMSന്റെ നിലപാട്. BMS ഇതുവരെ ചെയ്തിട്ടുമില്ല ഇത്തരം പണിമുടക്ക്, മേലിൽ ഇത്തരത്തിലുള്ള പണിമുടക്ക് ചെയ്യുകയില്ല. ഈ തൊഴിലാളി യൂണിയനുകൾ ഉന്നയിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ടല്ലോ, ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ആവശ്യങ്ങളുണ്ട്. അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ ഇന്ന് ഇപ്പോൾ ഈ ഒരു പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അതിന് വേണ്ട നടപടികളിലേക്ക് കടക്കാൻ ചർച്ചകളാവാം, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാം, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരനെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ രീതിയാണ്, ഈ സമരമുറയൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞില്ലേ നമ്മുടെ രാജ്യത്ത്? തീർച്ചയായിട്ടും. കാരണം അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട 4 കോഡുകളുടെ വിഷയമാണ്. രാജ്യത്ത് ഇപ്പോൾ 44 തൊഴിൽ നിയമങ്ങളുണ്ട്.
1999 വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കാലഹരണപ്പെട്ട തൊഴിൽ നിയമങ്ങൾ, തൊഴിലാളിക്ക് ഒരു ഗുണവുമില്ലാത്ത തൊഴിൽ നിയമങ്ങൾ പൂർണ്ണമായി അതിനെ ഒരു ചർച്ച ചെയ്ത് കുറച്ച് തൊഴിൽ നിയമങ്ങളാക്കി മാറ്റണം. കാരണം ഇപ്പോൾ ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ, ഒരു ബോണസ് കിട്ടിയില്ലെങ്കിൽ, ശമ്പളം കിട്ടിയില്ലെങ്കിൽ, അത് 5-6 നിയമങ്ങളുടെ കുരുക്കിൽപ്പെട്ട് അയാളുടെ മരണം അടുത്താൽ പോലും അയാൾക്ക് ആനുകൂല്യം കിട്ടാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് 4 കോഡുകളാക്കി ആ തൊഴിൽ നിയമങ്ങളെ ചുരുക്കണം എന്നുള്ളത് രണ്ടാം തൊഴിൽ കമ്മീഷൻ രവീന്ദ്രവർമ്മ, മലയാളിയായ രവീന്ദ്രവർമ്മ കൊണ്ടുവന്ന ഒരു തൊഴിൽ നിയമത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് വാജ്പേയി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഈ 4 കോഡുകൾ കൊണ്ടുവരുന്നത്. ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഈ തൊഴിൽ നിയമം വരുന്ന സമയത്ത്, ഈ തൊഴിൽ കമ്മീഷൻ കൊണ്ടുവരുന്ന സമയത്ത് അന്ന് BMSൻ്റെ പ്രതിനിധി മലയാളിയായ സജിനാരായണനാണ്, CK സജിനാരായണൻ. മലയാളിയാണ്, BMSൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അതിൽ വിയോജനക്കുറിപ്പ് എഴുതി 1-2 വിഷയങ്ങളിൽ. പക്ഷേ പൂർണ്ണമായും യോജിച്ചത് INTUC, CAT മറ്റ് യൂണിയനുകളാണ്. വിയോജിച്ചത് BMS മാത്രമേ ഉള്ളൂ. അതേ ആളുകൾ ആണ് ഇപ്പോൾ ഈ കോഡിനെ എതിർക്കുന്നത്. അതിൽ പ്രധാനമായി ആദ്യം ഈ കോഡിൽ വരുന്നത് വേജ് കോഡാണ്. ഈ വേജ് കോഡ് എന്ന് പറയുന്നത് ചരിത്രവും വിപ്ലവകരവും ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ BMS പറയാൻ കാരണം, രാജ്യത്തിപ്പം വെറും 7% തൊഴിലാളിക്ക് മാത്രമാണ് മിനിമം വേജസ് ഉള്ളത്. മെജോറിറ്റി വരുന്ന 90%-ലധികം തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള മിനിമം വേജസ് നിയമത്തിലില്ല. ഇപ്പോൾ ഈ വന്ന വേജ് കോഡ് ഏത് തരം തൊഴിൽ എന്ത് തൊഴിൽ ചെയ്താലും പൂർണ്ണമായി എല്ലാ തൊഴിലാളിക്കും, അസംഘടിത മേഖല ഉൾപ്പെടെ മിനിമം വേജസ് വരുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അവന് തൊഴിലാളിക്ക് കൂലി കിട്ടിയില്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൺസിഡറേഷൻ മാത്രമേ നടത്താൻ പറ്റൂ. പ്രോസിക്യൂഷൻ്റെ അധികാരം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും ഇല്ല. അത് പിന്നെ നിയമ വകുപ്പിൽ പോയി കോടതിയിൽ പോയാലേ സാധിക്കൂ. പക്ഷേ ഈ വേജ് കോഡിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രോസിക്യൂഷൻ്റെ അധികാരമുണ്ട്. തൊഴിലാളിക്ക് നേരിട്ട് കോടതിയിൽ പോകാം, യൂണിയന് പോകാം. ആ തരത്തിൽ തൊഴിലാളിയെ 100% സംരക്ഷിക്കുന്ന വേജ് കോഡ് എന്തിനാണ് അവരെതിർക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. ഇപ്പോൾ ESI വെറും 7% തൊഴിലാളിക്ക് മാത്രം ലഭ്യമാകുന്നതാണ്. പക്ഷേ ഇത് ഒരു തൊഴിലാളിക്ക് ESI ഉടമ എടുത്തില്ലെങ്കിലും തൊഴിലാളി ESIയിൽ പണം മുടങ്ങിയാൽ, ദുർഘടം പിടിച്ച തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് തൊഴിലാളി അപകടപ്പെടുകയോ രോഗം വരികയോ ചെയ്താൽ തൊഴിലാളിക്ക് പൂർണ്ണമായി സുരക്ഷ നൽകുന്ന തരത്തിൽ തൊഴിലാളിയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു തൊഴിലാളി സുരക്ഷാ പദ്ധതിയാണ്. ആ പദ്ധതിയും എന്തിനാണ് അവർ എതിർക്കുന്നു എന്നറിയില്ല. ആ തരത്തിൽ ഈ സമരം ഒരു ന്യായവും ഇല്ലാത്തതാണ്. സമരം ചെയ്യേണ്ടത് കേരള ഗവൺമെൻറ്റിനെതിരെയാണ് എന്നുള്ളതാണ് BMSൻ്റെ അഭിപ്രായം. ശരി, ഈ തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നത് മോദി സർക്കാരിനെതിരെയാണ്, മോദി സർക്കാരിൻ്റെ തൊഴിൽ നയങ്ങൾക്കെതിരെയാണ്, സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ്. അത്തരത്തിലൊരു സമരം നടക്കുമ്പോൾ ചുരുങ്ങിയത് ഡൽഹിയിലെങ്കിലും അത് പ്രകടമാവണ്ടേ? അത് പ്രകടമാകുന്നതോ നോക്കുകൂലി നിലനിൽക്കുന്ന കേരളത്തിൽ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? അല്ല, അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് അടുത്ത് വരുന്ന ഇലക്ഷൻ, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയൻ്റെ ആളുകൾക്ക് തൊഴിലാളിയെ ഉണർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു സമരം, അത് ഞാൻ ആദ്യം പറഞ്ഞ അനവസരത്തിലാണ് ഈ സമരം എന്ന് പറഞ്ഞത്. എന്താണ് അനവസരം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും കാലിത്തൊഴുത്തിന് തുല്യമാണ്. രോഗികൾക്ക് കിടക്കാൻ ഒരു സൗകര്യമില്ല, ബെഡില്ല, ഡോക്ടറില്ല, മരുന്നില്ല, ഭക്ഷണമില്ല. ആ തരത്തിൽ മനുഷ്യന് മൃഗത്തിൻ്റെ സംരക്ഷണം പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യമേഖല. കൃഷിയെ സംബന്ധിച്ച് നെൽകർഷകൻ്റെ സ്ഥിതി എടുത്താൽ, നെൽകർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സർക്കാർ വാങ്ങിയതിന് ശേഷം നാളിതുവരെ നെല്ലിൻ്റെ വില കൊടുത്തിട്ടില്ല. 29 രൂപ 20 പൈസയാണ് നെല്ലിൻ്റെ താങ്ങുവില. അതിൽ വെറും 5 രൂപ 20 പൈസയാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത്. ബാക്കി പൂർണ്ണമായി 25 രൂപയും കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്നിട്ടും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രം കൊടുക്കുന്ന കാശും എടുത്ത് വകമാറ്റി ചെലവാക്കിയിട്ട് കർഷകന് വാങ്ങിയ നെല്ലിൻ്റെ കൂലി കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ആ നെല്ലിൻ്റെ കൂലി PRS എന്ന് പറയുന്ന ഒരു ആക്റ്റിലൂടെ
തൊഴിലാളിക്ക് ലോണായി കൊടുക്കും. ആ ലോണും അതിൻ്റെ പലിശയും തൊഴിലാളി അടയ്ക്കണം. അത് അടയ്ക്കാൻ സാധിക്കാതെ ധാരാളം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ആശാവർക്കറും അതുപോലെ അംഗൻവാടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്ഥിതി. 400 രൂപ പോലും ശമ്പളമില്ല. നമ്മുടെ ഈ അടുത്ത കാലത്ത് ഭാരതാംബ വിഷയം വന്നു. അന്ന് നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞത് കാവി കോവണം ഉടുത്ത ഒരു സ്ത്രീ എന്നാണ്. അതാണ് അവരുടെ സംസ്കാരം. നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾ, രോഗികൾ, കുട്ടികൾ അവരെ വീടുകളിൽ വന്ന് അവരെ രോഗവിവരം അന്വേഷിച്ച് ആരോഗ്യ വകുപ്പിൽ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന മാലാഖമാരായ നിർധനരായ പാവപ്പെട്ട ആശാവർക്കർമാരെ പുച്ഛിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. അത് അവരുടെ ഒരു സംസ്കാരം അതാണ്. നമ്മളെല്ലാം ഭാരതീയരാണ്, ഭാരതീയരെല്ലാം സഹോദരന്മാരാണ് എന്ന് പറയുമ്പോൾ അത് ഏത് സ്ത്രീ ആയാലും, വീട്ടിലെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ സഹോദരി കോണം ഉടുത്ത് നടക്കുന്നു എന്ന് ഒരാൾ പറയുമോ? അപ്പം അങ്ങനെ പറയുന്നവരുടെ ഒരു സംസ്കാരം കൊണ്ടാണ് രാജ്യത്ത് ആദ്യം പ്രതിപക്ഷത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചുരുങ്ങി കേരളത്തിൽ മാത്രം. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരു ഫാസിസം മാത്രം കൈമുതലായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവർ ഈ തരത്തിൽ ഈ അനവസരത്തിൽ ചെയ്യുന്ന ഒരു പണിമുടക്ക് അതുകൊണ്ടാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞത്.